ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അളിയൻ അളിയൻ കോംബോ. അത് ഭയങ്കര രസാണെന്ന് കേട്ടു. എന്താണ് ബ്രദർ ഇൻ ലോനെ കുറിച്ച് പറയാനുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? അത് ലൈക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് ബോഡി ബിൽഡിംഗ് ഞങ്ങൾക്ക് കുറെ സിമിലർ ആയിട്ട് ജിം നടത്തും. ഞങ്ങൾ ടോക്സ് ഒക്കെ കൂടുതൽ അങ്ങനത്തെയാണ്. ബോഡി ബിൽഡിംഗ്, പഴയ ബോഡി ബിൽഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുക, ആ ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കുക. രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ക്രേസി ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് നല്ല ബൈസെപ്സ് ഉണ്ട്, എനിക്ക് നല്ല ട്രൈസെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ. അങ്ങനത്തെ ടോക്സ് ആണ് കൂടുതൽ ഞങ്ങള്. Talks പിന്നെ കൂടുതൽ. വണ്ടിയെ കുറിച്ച് സംസാരിക്കാറുണ്ട് അങ്ങനത്തെയൊക്കെ. അപ്പൊ ചേട്ടാ എന്ത് തോന്നി സൗണ്ട് എല്ലാം ഫസ്റ്റ് റണ്ണറപ്പ് വരെ എത്തിയിട്ട്? എയർപോർട്ടിൽ ആർത്ത് വിളിച്ചത് സൗണ്ട് എല്ലാം പോയിരിക്കുക. ആ ചേട്ടനുണ്ടായിരുന്നല്ലേ? എങ്ങനെയുണ്ട് ഈ അളിയൻ? എങ്ങനെയുണ്ട് അർജുൻ അളിയൻ? എങ്ങനെയുണ്ട്? സൂപ്പർ കൂൾ അല്ലേ? സൂപ്പർ കൂൾ ആണ്. ബെസ്റ്റ് അളിയൻ ഇൻ ദ വേൾഡ് അല്ലെ? ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. തീർച്ചയായിട്ടും. ആ എന്ത് തോന്നി അങ്ങനെ ലാൽ സാറിന്റെ കൂടെ ആ ഒരു സ്റ്റേജ് ഷെയർ ചെയ്ത് നിന്ന് കണ്ടപ്പം? പ്രൗഡ്. പ്രൗഡ്. വിന്നർ ആയില്ല എന്ന് പറഞ്ഞ് സങ്കടം ഒരു ഉണ്ടായിരുന്നു? സങ്കടമില്ല. അതുവരെ എത്തിയില്ല അല്ലെ? 100 days സർവൈവ് ചെയ്യുന്ന ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ശരി, നമ്മൾ ഇനിയിപ്പോ പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? ഇനി പുതിയ അപ്കമിങ് പ്രോജക്ട്സിലൊക്കെ എന്താ പറയാ, മലയാളത്തിന് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊരു ഹീറോ ആയിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. ശരിക്കും അർജുന്റെ മനസ്സിലുള്ള റോള് എങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഭയങ്കര ആഗ്രഹം. കൈൻഡ് ഓഫ് എല്ലാ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എനിക്ക്. പക്ഷെ ചില മൂവീസ് കാണുമ്പോൾ ഈ വില്ലന്മാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് അപ്പൊ നോക്കുമ്പോൾ അർജുനെ വില്ലനായിട്ട് ചെയ്യാൻ ആ, ആഗ്രഹമുണ്ടോ? എനിക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അർജുനെ വില്ലനായിട്ട് കാണാൻ? ഇല്ല അല്ലേ? ശരി, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അർജുൻ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കണം പ്ലേ ചെയ്യുന്നത്? റൊമാൻറ്റിക്, അത് മാത്രമേ ഉള്ളൂ റൊമാൻറ്റിക് ഹീറോ. അർജുന്റെ ഹൈറ്റ് എത്രയാ? 6'4". 6'4". അപ്പൊ ഈ മോഡലിംഗിലൊക്കെ ആവുമ്പോൾ 6'4" എന്ന് പറയുമ്പോ അത് മോഡലിംഗിലായാലും വേറെ എന്തിലായാലും അതൊരു പ്ലസ് ആണോ അതോ മൈനസ് ആയിട്ട് തോന്നി? മോഡലിംഗിനൊക്കെ 5'10", 5'11" ആണ് ബേസിക് പറയുന്നത് നമ്മൾ റൺവേ ഷോസിന്. ഓക്കെ. എനിക്ക് ചില ഷൂട്ട്സിനൊക്കെ ഇവിടുത്തെ ഫീമെയിൽ മോഡൽസിനൊപ്പം പറ്റില്ലായിരിക്കും. അതെ, അവര് സ്റ്റൂളുമേ കയറി നിൽക്കേണ്ടി short വരും അല്ലേ? പിന്നെ ഞാനും അതാ, നമ്മൾ അപ്പഴേ നിന്നപ്പോ ഞാൻ വേഗം ഇങ്ങോട്ട് നിന്ന്. 6'4", ലൈക്ക് എനിക്ക് ഷൂസ് ഇട്ടാ 6'4", ഒരു ഫ്ലാറ്റ്സ് ഇട്ടാ 6'3". ഞാൻ ചിലയിടത്തൊക്കെ ഹൈറ്റ് കുറച്ചൊക്കെ പറയും കിട്ടാൻ വേണ്ടി. ആണല്ലേ? എന്നാ നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് നോക്കിയാലോ? ഞാൻ പിന്നെ വളർന്നു. ഒന്ന് നല്ല ബബ്ലു കുട്ടപ്പനായിട്ട് ഞാൻ മഷ്റൂം ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയമാണ്. അന്ന് ഭയങ്കര മഷ്റൂം കട്ടൊക്കെ മഷ്റൂം കാട്ടൊക്കെ ചെയ്ത് നടക്കുന്ന സമയമാണ്. ഇപ്പൊ എന്റെ ഒരു ടീനേജ് ഒന്നും അല്ല ഇത് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ. 5 or 6 ആണെന്ന് തോന്നുന്നു. ഈ ഏജിൽ എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും പക്ഷെ ഗംഭീര ചേഞ്ച് അത് കഴിഞ്ഞിട്ട് 11th 12th ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഇതിൽ നിന്ന് പ്രോഗ്രസ്. നമ്മൾ അന്നേ ജങ്ക് കഴിച്ച് നമ്മ ഇപ്പൊ കഴിച്ച് ഇന്ന് കിട്ടണം നാളെ കിട്ടണമെന്നില്ല. ഇത് സ്ലോ പ്രോഗ്രഷൻ ആണ് ആക്ച്വലി. ഇത് കഴിച്ച് പണ്ട് നെയ്യ് ഒഴിച്ച് ചോറൊക്കെ അമ്മ തരുമായിരുന്നു. അത് കഴിച്ചാണ് ഭയങ്കര വേണം വെച്ചത്. അമ്മടെ കുഞ്ഞല്ലേ? അപ്പൊ ചേച്ചി അച്ഛടെ കുഞ്ഞോ? പപ്പയ്ക്ക് ഇഷ്ടം അവളെ ഏറ്റവും കൂടുതൽ. അങ്ങനെയായിരുന്നു അല്ലേ? ഒരു പാർട്ട്ണർഷിപ്പ് രീതിക്ക്. അപ്പൊ നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം. ഇത് അതിന്റെ അടുത്ത വേർഷൻ. ഇത് ഞാൻ 10th ക്ലാസ്സിൽ ആക്ച്വലി 10th പഠിക്കുന്നതാണ്.